തിരുസക്രാരിയിലെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് തിരുസഭയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സായാഹ്ന പ്രാർത്ഥന പരിശുദ്ധ പിതാവിൻ്റെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങൾക്കായും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങൾക്കായും ഈ സമയം ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, തിരുസഭയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സായാഹ്ന പ്രാർത്ഥന കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനും വിധികർത്താവുമായ സർവേശ്വര. ആമേൻ. ദുഷ്ടന്റെ വലിയ സമ്പത്തിനേക്കാൾ നീതിമാന്റെ ചെറു സമ്പാദ്യം മെച്ചമാകുന്നു. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ തകർക്കപ്പെടും, നീതിമാന്മാരെ കർത്താവ് പരിപാലിക്കും. നീതിമാന്മാരുടെ അവകാശം നിത്യമാകുന്നു. ദുരിതകാലത്ത് അവർ നിരാശരാകുകയില്ല, ക്ഷാമം അവരെ ബാധിക്കുകയില്ല. കർത്താവിന്റെ ശത്രുക്കൾ തഴച്ചു വളർന്നാലും പുക പോലെ അവർ മാഞ്ഞു പോകും. ദുഷ്ടൻ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുകയില്ല, നീതിമാൻ വളരെ ഉദാരമായി നൽകുന്നു. മനുഷ്യന്റെ പാദങ്ങളെ കർത്താവ് നിയന്ത്രിക്കുന്നു, അവന് ശരിയായ മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നു. അവൻ വീണാലും പരിക്ക് പറ്റുകയില്ല, എന്തെന്നാൽ കർത്താവ് അവനെ താങ്ങുന്നു. എന്റെ ഈ നീണ്ട ജീവിതത്തിനിടയിൽ നീതിമാൻ നിസ്സഹായനായത് ഞാൻ കണ്ടിട്ടില്ല, അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതും കണ്ടിട്ടില്ല. അവനെന്നും ഉദാരമായി വായ്പ കൊടുക്കുന്നു, അവന്റെ മക്കൾ അനുഗ്രഹീതരായി തീരും. തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക, അപ്പോൾ നിനക്ക് സമാധാനമുണ്ടാകും. എന്തെന്നാൽ കർത്താവ് വിശുദ്ധിയെ സ്നേഹിക്കുന്നു, നീതിമാന്മാരെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. നീതിമാന്മാർ ഭൂമി കൈവശമാക്കുകയും നിത്യമായി അതിൽ വസിക്കുകയും ചെയ്യും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, അവന്റെ അധരങ്ങൾ സത്യം മാത്രം സംസാരിക്കുന്നു. ദൈവകൽപ്പനകൾ അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ പാദങ്ങൾ പിഴയ്ക്കുകയില്ല. ദുഷ്ടന്മാർ ഒളിച്ചിരുന്നു കൊണ്ട് നീതിമാനെ വധിക്കുവാൻ പരിശ്രമിക്കുന്നു. എന്നാൽ നീതിമാന്മാരെ ഉപദ്രവിക്കുവാൻ ദുഷ്ടനെ കർത്താവ് അനുവദിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അങ്ങയുടെ പുത്രനെ അയച്ച് അവനെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും
വിനയപൂർവം അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥനും പിതാവുമായ സർവേശ്വര, ആമേൻ. സകലത്തിൻ്റെയും നാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. മനുഷ്യവർഗത്തിന്റെ സ്രഷ്ടാവും പരിപാലകനുമായ ദൈവമേ, മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. വിനീതനായ ചുങ്കക്കാരനെ പോലെ പാപങ്ങളോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഇരുളിൻ പാതയിലും കൊടുതാമടവിലും കതിരുകളുയരുന്നു. മൃതിതൻ താഴ്വരയാ അലയും ജനതകളിൽ ജീവനുദിക്കുന്നു. അഴലും മിഴിനീരും തടയാൻ താണുവരും രാജകുമാരനിതാ, കനിവും നീതിയുമായി പുണരും സ്നേഹത്തിൻ ശാശ്വത ഭരണമിതാ. തളരും കൈകളുമായി തുഴയും തനയരെ നീ തൃക്കൺ പാർക്കണമേ. നിറയും സൗഭാഗ്യം പകരും സ്വലോകം ചേരാൻ കനിയണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളും മിശിഹായുടെ പ്രബോധനങ്ങളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് വിശ്വസ്തരായി ജീവിക്കുവാനും പരിപൂർണതയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നിത്യാനന്ദത്തിന് അർഹരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കാരുണ്യപൂർവം എനിക്കുത്തരമരുളണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമളധൂപം പോലെ അതങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, ഞാൻ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന എന്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എന്റെ കണ്ണുകൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. അങ്ങയിൽ അഭയം തേടുന്നവനെ കൈവെടിയരുതേ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയവേദന ഞാൻ അങ്ങേ അറിയുന്നു. സങ്കടങ്ങളെല്ലാം തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും, എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശപഥം ചെയ്ത് ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ കഷ്ടപ്പെട്ടു, അങ്ങയുടെ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ. നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു. തന്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാരുണ്യവാനും ജീവദായകനുമായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പൗത്രീകരിക്കണമേ. അങ്ങേൽ വിശ്വാസമില്ലാതെ അലഞ്ഞു തിരിയുന്നവരെ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അഭിനവരാജാവിൻ
ജനനമറിഞ്ഞിടുവാൻ ഉന്നത വിജ്ഞന്മാർ സന്നിധി അണയുമ്പോൾ ഹേരോദേസും ജനതതിയും ഭീതി കലർന്നിളകി. രാജകുമാരകനെ തേടി വധിച്ചിടണം, കൽപ്പന കേട്ടുടനെ വാളുകളുയരുന്നു, നഗരം ചോരക്കളമായി കദനക്കടലായി. നരരുടെ ചിന്തകൾ നീ സർവവും അറിയുന്നു, നിൻ കരവല്ലികളിൽ ഭുവനമൊതുങ്ങുന്നു. നാഥാ നിന്നുടെ മാർഗങ്ങൾ ധരമേലാരറിവോ. ദൈവവചനം വിശുദ്ധ പൗലോസ് സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ഈശോ മിശിഹായിൽ ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ അവിടുത്തെ ജീവാത്മാവ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കി. പാപത്തിനുള്ള പരിഹാര ബലിയായി ദൈവം തൻ്റെ പുത്രനെ പാപമയമായ ശരീരപാപത്തെ ലോകത്തിലേക്ക് അയച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെ സന്ദേശവുമായി അങ്ങ് ലോകത്തിലേക്ക് വന്നു. ശാശ്വതമായ സമാധാനം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ വെളിച്ചത്താൽ അങ്ങ് ലോകത്തെ ഉദ്ദീപിപ്പിച്ചു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപിതാവിന് സ്വയം അങ്ങ് വിധേയനാക്കി സ്വയം അങ്ങേക്ക് വിധേയനാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് നിത്യജീവന്റെ അപ്പമാകുന്നു. ആദ്യ വിഭോജനത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയുടെയും മനുഷ്യവർഗം മുഴുവൻ്റെയും ആത്മീകവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളെ പരിപാലിക്കുകയും മിശിഹായുടെ നാമത്തിൽ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധിയുടെ ഉറവിടമായ ദൈവമേ, പരിപൂർണതയിലേക്ക് പ്രയാണം ചെയ്യുന്ന പുതിയ മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങ് നീതിമാന്മാരിൽ വസിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വസിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും പ്രദാനം ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥനായ സർവേശ്വര. ആമേൻ. കനിവോടു നരനെ സൃഷ്ടിച്ചു, കുരിശാലവനെ രക്ഷിച്ചു, സ്വർഗവും അവനു തുറന്നരുളി. ആരഖിലേശാ വർണ്ണിക്കും ചിതമായി നിന്നുടെ കാരുണ്യം, നിസ്തുലമങ്ങേ നന്മകളും. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുന്നവനു തുറക്കും,
സദയം വാതിൽ തുറക്കണമേ. മോചനമേകാൻ ദൈവത്തിൻ ദിവ്യകുമാരകനണയുന്നു. നിത്യവെളിച്ചം പകരുന്നു. ശാന്തി പരത്തും സുവിശേഷം ഭൂമി നിറഞ്ഞു പരക്കുന്നു. നേർവഴിയെങ്ങും തെളിയുന്നു. അങ്ങയുടെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രകടമാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരനെ പൂർണ്ണമായി അറിയുന്നതിനും ഫലപ്രദമായി അനുകരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥനും പിതാവുമായ സർവേശ്വര. ആമേൻ. പാപത്തിന്റെ അടിമകളായി നാം ജീവിച്ചു, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരായി വർത്തിച്ചു. രക്ഷകനായ ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നമുക്കിപ്പോൾ ധാരാളമായി ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിച്ചു. നിത്യജീവന്റെ അവകാശികളായി നമ്മെ സ്വീകരിച്ചു. നാം ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നന്മ ചെയ്യാൻ ഉത്സുകരായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ നയിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ദുഃഖങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിലും നിന്ന് അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും മനോജ്ഞമായ അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധി